ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ അമ്പലത്തിൽ പോവുകയാണ്. ഇന്ന് പോകുന്നതിന് കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ ഇന്നൊരു ഫുൾ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. ആദ്യം തന്നെ ഞങ്ങൾ വണ്ടി മേടിക്കാനായിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പം ചേട്ടൻ്റെ കൊച്ച് അവിടെ രാവിലെ തന്നെ എണീറ്റിരിപ്പുണ്ടായിരുന്നു. നടക്കാൻ പോയാ നിങ്ങൾ? വണ്ടിയെ കയറാനാണ് വരുന്ന കിളി വരുന്ന. അവിടെ ചെന്നപ്പോൾ അവളും ഞങ്ങളുടെ കൂടെ വരാൻ വഴക്കായിരുന്നു. പിന്നെ അവളെ ഒളിച്ച് എങ്ങനെയൊക്കെയോ ഞങ്ങൾ പോകുന്നു. താഴെ നിർത്താനാ? താഴെ ഇരിക്കെ അവക്ക് ആരെ കണ്ടാലോ വണ്ടിയെ കയറിക്കോ. തലയിൽ എന്നതാണ്? എന്താണത്? എന്നാലും ചതിച്ച്, നമ്മളെ ചതിച്ച്. കുഞ്ഞി അമ്മ അമ്മ പോയി. പൊട്ടിയാണല്ലേ? എന്തൊരു പൊട്ടി. ചേച്ചിയുടെ മുടിയവക്ക് നല്ല ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടായിരുന്നു. അത് ഫ്രണ്ടിലേക്ക് എടുത്ത് ഇട്ടിട്ടും പിന്നെയും ബാക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ആ പാലമൊക്കെ കയറി കഴിഞ്ഞ് അവിടെ ഇറങ്ങി ഞങ്ങളത് കെട്ടിയിട്ടാണ് പോയത്. അങ്ങനെ അമ്പലത്തിലെത്തി. രാവിലെ നേരത്തെ ചെന്നുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത്ര തിരക്കില്ലായിരുന്നു. പക്ഷേ ഇറങ്ങാൻ നേരമൊക്കെ ആയപ്പം നല്ല ആൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ സുന്ദരിയായിട്ടുണ്ടല്ലോ. സുന്ദരിയല്ലേ? അതെ അതെ. കുഞ്ഞ് നോക്കണ്. ഞാൻ ഫോൺ എടുക്കുമ്പോ കഴിവല്ലേ പിന്നെ. അമ്പായി വീട്ടിൽ പോകണം. അമ്പായി വന്നതേ ഉള്ളു. ചെരുപ്പ് ഇവിടെ ഊരിടണം. അമ്പായി തൊഴുതോ പിന്നെ. മോന് കാണിച്ചു തരാം. വാ, നമുക്ക് ആനക്ക് പോയി ഹായ് കൊടുക്കാം. എടുത്തു പിടിച്ചാണ്ട് ഇവളുമാരൊന്നും കൊച്ചിനെ എടുക്കുന്നു. ആന എടുക്കപ്പോ ആന്റെ ഹായ് കൊടുത്തേക്കാനൊക്കെ പയ്യടി. കിട്ടിയേ മീനു അന്നദാനത്തിന് പോയി നിക്കാൻ പോണ്. മോന്ന് കാണിക്കട്ടെ. നിന്ന് അറ്റെത്തുമ്പോഴായിരിക്കും അറിയാൻ പോണ. പിന്നെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്, വൈക്കത്ത് അമ്പലത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന യജ്ഞം ഇപ്പോഴുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അമ്പലത്തിന് പുറത്ത് വരെ ക്യൂ ആയിരുന്നു. പിന്നെ കൊച്ചിനെയും കൊണ്ട് അവിടെ ക്യൂ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങളത് കയറി കണ്ടില്ല. നിങ്ങൾ 3 പേരും കൂടെ ഞാൻ ഫോട്ടോ എടുത്ത് തരാം. അക്ക അവിടെ ഇരിക്കേ. കുഴപ്പമുണ്ടോ?
നിങ്ങൾ നോക്കി, ആ സമയം ഞാൻ വീഡിയോ എടുക്കും. കുഞ്ഞേ കുഞ്ഞെ എങ്ങനെ ഫോട്ടോ ആക്കി ചിരിക്കണേ? എങ്ങനെയാ കുഞ്ഞ് ഫോട്ടോ ആക്കി ചിരിക്കണേ? ഫോട്ടോ എടുക്കട്ടെ. എനിക്ക് പോക്കറ്റ് ഉണ്ട്, എനിക്ക് നിറയെ പോക്കറ്റ് ഉണ്ട്. എല്ലാം തരുവാ? മൊത്തം തരുവാ? തന്നെ എനിക്ക് പോക്കറ്റ് ഉണ്ട്. കുഞ്ഞിക്ക് പോക്കറ്റ് ഉണ്ട്. കാക്ക കൊണ്ടുപോയാ? അയ്യോ എന്ത്? അയ്യോ പൈസ എന്റെ ഇവിടെ ഉണ്ട് പൈസ, ഇവിടെ ഉണ്ട്. കൊണ്ടുപോയി താത്ത പോയി. മോനൂലറാം. അപ്പൊ കാക്ക കൊണ്ടുപോയി. നമുക്ക് അമ്മക്ക് വേണം ഇച്ചിരി തരാം. കാണിച്ചു തന്നു. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാ? എനിക്ക് പോത്തട്ടുണ്ട്. വെള്ളം കുടിക്കണ കുഞ്ഞിക്ക്? വെള്ളം വേണ? ഓടിക്കോ. 1 2 3 സ്റ്റാർട്ട്. വെള്ളം കുടിക്കാൻ പോണ. ഓടി ഓടി ഓടി. അങ്ങനെ തൊഴുത ആൽത്തറയിലും കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത് ആ യജ്ഞം കാണാനായിട്ടുള്ള ക്യൂ. അമ്പലത്തിന്റെ പുറത്ത് വരെ വലിയ ക്യൂ ആയിരുന്നു. ഒരു ഹെൽമെറ്റ് കൊടുക്കടി. ചെറിയ ഹെൽമെറ്റ് വാങ്ങണമല്ലോ. ഒരു 3 വയസ്സൊക്കെ കഴിയുമ്പോ വാങ്ങണമെന്ന് തോന്നുന്നില്ലേ? ഇവിടുന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പി പോകുവാണ്. നമ്മളെ വീട്ടിൽ പോവുകയാണോ? അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി. ക്യൂ നിന്ന് ആ ശാലയിലേക്കൊന്നും കയറിയില്ല, ജസ്റ്റ് അമ്പലത്തിൽ പോയി തൊഴുത്. ഇനി ഫുഡ് കഴിക്കാൻ ഏതെങ്കിലും സ്ഥലം ഉണ്ടാകുന്ന നോക്കട്ടെ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുണ്ടല്ലോടി ആ മറ്റേ വലിയ മരമൊക്കെ ഇല്ലേ? അപ്പം വേണോ ദോശ വേണോ? ദോശ മതിയടി. ദോശ മതിയാ? അപ്പവേ ഉള്ളല്ലോ. അപ്പം മതിയാ? ദോശ മതി എന്നാണല്ലോ എന്നോട് നീ പറഞ്ഞത്. ഇല്ല കുഞ്ഞിക്ക് അപ്പം മതി. ഹലോ കാപ്പോബിയ നമ്മുടെ 2000 പൊട്ടക്കറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഇരുപതൊക്കെ കൊള്ളിയല്ല നീയാദ്യം. ആദ്യമേ മോനൂന് കൊടുത്തതായിരുന്നു. വിളവ് വേണോ? വേണ്ട വേണ്ട. ഹലോ ചാന്തൊക്കെ തുടച്ചു തരുവാടി. തലയൊക്കെ തുടക്കണം. ഓൾറെഡി വന്നു.
എവിടെയാണെന്നൊക്കെ. നിങ്ങൾ കിട്ടോ? ഓക്കെ, പെട്രോൾ അടിക്കാൻ ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? സത്യത്തിൽ വൈക്കത്തമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴിയൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട. കാട്, പച്ചപ്പ് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബണ്ടിലൊക്കെ ഒന്ന് കയറണമെന്നൊക്കെ കരുതി തന്നെയായിരുന്നു ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെയൊന്നും കയറാണ്ട് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. പിന്നെ മെയിനായിട്ട് കുഞ്ഞ് ശരിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എങ്ങും കയറാൻ നിന്നില്ല, നേരെ വീട്ടിലേക്ക് പോയി. ഹായ് തനു. വണ്ടി കഴുകു വേണം, വണ്ടി കഴുകു വേണം. തനു മാമ മൂത്രം ഒഴിച്ചാ, സൈക്കിളെ മൂത്രം ഒഴിച്ചാ. എൻ്റെ ഒരു കഷ്ടപ്പാട് നോക്കിയൊക്കെ. ഇവിടെ ആരും ഇല്ല തനുവിനൊന്ന് വണ്ടി കഴുകി തരാൻ. സൈക്കിളായിട്ട് മുള്ളിയാ ആണാ? വെറുതെ അല്ല കഴുകണം. ക്ഷീണിച്ച് വണ്ടി കൊടുത്തിന് വീട്ടിൽ പോകണം, കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.